സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നിന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ചിത്രം നീക്കം ചെയ്തു. കഴിഞ്ഞ ദിവസം ഭാരതാംബയുടെ ചിത്രം കണ്ട് രോക്ഷാകുലനായ മന്ത്രി പി പ്രസാദിന്റെ വാർത്ത വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഷ്ട്രപതിയുടെ ചിത്രവും നീക്കം ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചിലരോടൊക്കെ അയിത്തമാണ് എന്നതാണ് ഇത് തെളിയിക്കുന്നത്. മാത്രമല്ല, ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്നടക്കം വലിയ വിമർശനങ്ങൾ ഉയർന്നു വരികയാണ്. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ പ്രശസ്തരായ പലരുടെയും ചിത്രങ്ങളുടെ അക്കൂട്ടത്തിൽ തന്നെയാണ് രാഷ്ട്രപതിയുടെ ചിത്രവുമുള്ളത്. ഒരുപക്ഷെ ഇതൊരു പകപോക്കലാകാം. കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ മന്ത്രി പി പ്രസാദ് അവിടെ ഭാരതാംബയുടെ ചിത്രം കണ്ടതോടെ താൻ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നറിയിച്ചുകൊണ്ട് ചടങ്ങ് ബഹിഷ്കരിച്ചു. അത് RSS ചിത്രമാണ് എന്ന് ആക്ഷേപമായിരുന്നു. അത് RSSന്റെ ചിത്രമാണ് എന്നതല്ല അവിടെ ശരിക്കും അത് ഭാരതമെന്ന് പറയുന്ന പവിത്രമായ സങ്കല്പത്തെ, അത് ഓരോ ഭാരതീയർ നെഞ്ചിലേറ്റേണ്ട ആ ഒരു ഭാവത്തെയാണ് ധിക്കരിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങിപ്പോയത്. എന്നാൽ അതിലും മേലെയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് ദർബാർ ഹാളിൽ ചെയ്തിരിക്കുന്ന ദ്രൗപദി മുർമുവിന്റെ ചിത്രത്തോടുള്ള അവഹേളനം. സംഭവം സത്യമാണ് എന്നുണ്ടെങ്കിൽ രാഷ്ട്രത്തിന്റെ പരമാധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തമായ അവഹേളനം മാത്രമല്ല, അവർ പ്രതിദാനം ചെയ്യുന്ന ഒരു സമൂഹത്തെ ഒന്നടങ്കം അവർ അപമാനിച്ചിരിക്കുകയാണ്. അതേസമയം ഈ വിഷയം വലിയ വിവാദമായതോടുകൂടി തന്നെ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം സർക്കാരിനെതിരെയും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയും ഒക്കെ തന്നെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. ചിലർ സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലാണ്: അണയാൻ പോകുന്ന ദീപം ആളിക്കത്തുമെന്നും നമ്മളൊക്കെ ഇത് കേട്ടിട്ടുണ്ട്, പറയാറുമുണ്ട്. അത് വലിയ താമസമില്ലാതെ നമുക്ക് കാണാം. അതോടുകൂടി ഈ ചെങ്കൊടിയും അഹങ്കാരവും അവസാനിക്കും. ശ്രീനിവാസനും ലാലും ഒക്കെ കൂടി പറഞ്ഞതുപോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. ആ വെടിയൊച്ച വലിയ താമസിക്കാതെ നമുക്ക് കേൾക്കാം. ഭാരത് മാതാ കി ജയ്. എന്നാൽ മറ്റൊരു കമന്റ് ഇങ്ങനെയാണ്: ഗൗരി അമ്മയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിച്ച പാർട്ടിയല്ലേ, ഷെഡ്യൂൾഡ് കാസ്റ്റ് പ്രസിഡന്റിനെ അപമാനിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവർ കേരളത്തിൽ മുൻപ് വന്നപ്പോൾ ഭരണാധികാരികൾ കാണിച്ച അവഹേളനം ആരും മറന്നു കാണില്ല. വെള്ളമില്ലാത്ത ടോയ്ലറ്റും മറ്റും അതിലും വലുതല്ലല്ലോ ജനം ചിന്തിക്കുക. KPMS നേതാക്കൾ ഉറങ്ങുകയാണോ അതോ അടിമത്തം അംഗീകരിച്ചുവോ എന്നതാണ് ഒരാൾ ചോദിക്കുന്നത്. ഈ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും എന്ത് രാജ്യസ്നേഹം പ്രതീക്ഷിക്കാം? കഞ്ചാവ് ചെഗുവരയെ പൂമാലയിടാം, സഹാക്കൾ പാലസ്തീൻ പ്രതീകങ്ങൾ ധരിക്കാം. അതൊക്കെ ഈ നശിച്ച കമ്മ്യൂണിസത്തിന്റെ സ്വന്തം ദേശത്തോടുള്ള അസഹിഷ്ണുതയല്ലേ? അസഹിഷ്ണുത വളർന്ന് തുരുമ്പ് പിടിച്ച് ലോകം പോലെ ചുരുങ്ങിയത് കാണുന്നില്ലേ? രാഷ്ട്രപതി എന്നാൽ ഒരു പക്ഷത്തും നിൽക്കാതെ സ്വതന്ത്ര നിലപാട് വേടുന്ന വ്യക്തിയാണ്. എന്നാൽ ഈ രാഷ്ട്രപതി സ്ഥാനത്തിരിക്കുന്നവർ പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കുന്നതാണ് കണ്ടുവരുന്നത് എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. ഗവർണർമാരും അങ്ങനെ തന്നെ. അപ്പോൾ അവർ രാഷ്ട്രീയം കളിക്കുന്നു. ആ സ്ഥാനത്തിരിക്കുന്നവർ മുൻകാലങ്ങളിൽ ആ സ്ഥാനം അലങ്കരിച്ചവരുടെ പാത വിട്ട് പക്ഷാപാത സമീപനം സ്വീകരിച്ചാൽ അതൊക്കെ ജനാധിപത്യം അംഗീകരിക്കില്ല എന്നതാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ മറ്റൊരു കമന്റ് ഇങ്ങനെയാണ്: ചൈനീസ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റുകൾ അതിലപ്പുറവും ചെയ്യും. ഒന്നിനു പിറകെ ഒന്നായി കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ രാഷ്ട്രവിരുദ്ധത നിറഞ്ഞാടുന്നു. സകല പരിധിയും വിട്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് അഴിഞ്ഞാട്ടം അനുവദിക്കരുത്. നാഗ്പൂരിൽ നിന്ന് ഒരു തിട്ടൂരം ഇറങ്ങിയാൽ ബഹുമാനിയായ രാഷ്ട്രപതിയുടെ ചിത്രം ഏതാണ്ട് 20 രാജ്യങ്ങളിൽ കൂടി കോടിക്കണക്കിന് വീടുകളിലെ സ്വീകരണ മുറിയിലും പൂജാമുറിയിലും വയ്ക്കും. ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം. കള്ള കമ്മ്യൂണിസ്റ്റ് സംഘം ഭാരത സംസ്കാരത്തെയും ജനങ്ങളെയും കേന്ദ്ര സർക്കാരിനെയും ഭരണഘടനയെയും വെല്ലുവിളിക്കുകയാണ്. കേന്ദ്രം വെറും നോക്കുകുത്തിയാകരുത്. രാഷ്ട്രപതിയുടെ ഫോട്ടോ എടുത്തു മാറ്റാൻ ഇവമാർക്ക് എന്ത് അധികാരം? ആ ഫോട്ടോ തിരിച്ചു വെക്കണം. കൂടെ ഭാരതാംബയുടെ ഫോട്ടോയും വെക്കണം. അയ്യോ, ദളിതർക്ക് വേണ്ടി തെറിപ്പാട്ട് പാടുന്ന വേടനെ പൊക്കി നടക്കുന്നവർക്ക് രാഷ്ട്രപതിയോട് വിരോധം. കേരളത്തിൽ രാഷ്ട്രപതി ഭരണം അത്യാവശ്യം. ഇതെല്ലാം ഡൽഹിയിലിരുന്ന അജ്ഞാതൻ കാണുന്നുണ്ട്. ഇതുപോലെ ചെയ്തുവെങ്കിൽ കേന്ദ്രത്തിന് പോലും ചോദിക്കാനുള്ള പവർ ഇല്ല. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് കഷ്ടമാണ്. ഈ പിണറായിയുടെ ഭരണം എത്രയും വേഗം കേരളത്തിൽ നിന്ന് പുറത്താക്കണം. അതുപോലെ ഈ പിണറായിയെ, ഇയാളെ ഡൽഹിയിൽ കാല് കുത്തിക്കരുത്. ഇന്ത്യൻ പ്രസിഡന്റിനെ അധിക്ഷേപിക്കാൻ ഇയാൾക്ക് എന്ത് കഴിവാണുള്ളത്? അതുപോലെ അങ്ങനെ നീളുന്നു പലതരം കമന്റുകൾ. എന്നാൽ മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ കണ്ട തെമ്മാടിത്തരം കാണിച്ചിട്ടും ജനം മിണ്ടാതിരിക്കുന്നു. ഇതിൽ നിന്ന് വ്യക്തമാണ് ഈ രാജ്യത്തോട് ഇവർക്ക് എന്ത് കൂറ് ഉണ്ടെന്നുള്ളത്. ഒരു രാജ്യത്തിൻ്റെ പ്രഥമ പുരുഷനെ മാനിക്കുക എന്നത് ഓരോ പൗരൻ്റെയും അവകാശമാണ്. അത് ആ രാജ്യത്തിൻ്റെ അധികാരമാണ് എന്ന്. അത് മാനിക്കാത്തവർ രാജ്യദ്രോഹികളാണ്. അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണം. രാജ്യത്തെ ഭരണ തലവന്മാരെ ബഹുമാനിക്കുക, സംരക്ഷിക്കുക എന്നത് ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമാണ് രാഷ്ട്രപതി എന്ന് പറയുന്നത്. അതുപോലെ പ്രധാനമന്ത്രി, ഗവർണർ, സെക്രട്ടറി
ആരോടും വിദ്വേഷ പ്രസ്താവനകളും ആ ഒരു പ്രവർത്തികളും പുലർത്തുന്നത് ഭരണത്തിന്റെ ഭാഗമല്ല. നല്ല വിമർശനങ്ങളിലൂടെ ഭരണത്തെ നയിക്കാൻ കഴിയും. ഈ കാണിച്ച ബുദ്ധിശൂന്യ കഴുത രാഷ്ട്രീയം നക്സൽവാദി സംഘടനയ്ക്ക് മാത്രം അവകാശപ്പെടുന്നതാണ് എന്ന് പല പ്രാവശ്യം തെളിയിച്ചിരിക്കുകയാണ്. ഈ കഴുതകളെ ഇനി ചുമക്കണോ വേണ്ടയോ എന്ന് ഇപ്പോൾ തീരുമാനിച്ചുറപ്പിക്കുക. കോവർ കഴുതകളായ ജനത്തിന് ബുദ്ധി തെളിഞ്ഞു എന്നവർ ഭയക്കട്ടെ. ഈ ചെറ്റകൾ ഒരിക്കലും നന്നാകില്ല. രാജ്യത്തെ പ്രധാന പൗര ആണ് എന്ന കാര്യം മറക്കേണ്ട. ജനാധിപത്യം അതിരുകൾ ലംഘിക്കുന്നു. ഇത് ശ്രീലങ്കയോ പാകിസ്ഥാനോ അല്ല, ഓർമ്മ വേണം. എന്നാൽ മറ്റൊരു കമന്റ് ഇങ്ങനെയാണ്: ഇപ്പോൾ ആർക്കും ജാതി വേർതിരിവല്ല. പിണു അച്ഛൻ ആയതുകൊണ്ട് ഇവന്മാർക്ക് കുഴപ്പമില്ല. വേറെ ആരെങ്കിലുമാണ് ഇത് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ വന്നേനെ താഴ്ന്ന ജാതിക്കാരെ ആയതുകൊണ്ട് ആ ഫോട്ടോ എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് കപട ജാതിക്കാരന്മാരായി സ്വാഗതം ചെയ്തേനെ. അതുപോലെ CPM-കാർ വർഗീയവാദി, ജാതി ഭ്രഷ്ട് കൽപ്പിക്കുന്നവർ എന്ന് ഇതുവരെ ആർക്കും അറിയില്ലേ? മന്ത്രിസഭയിൽ പട്ടികജാതിക്കാർ ഉണ്ടോ? കേന്ദ്രഭരണം അതിൽ അമിത്ഷാ പോയിട്ട് ബാക്കി ക്യാബിനറ്റിൽ എല്ലാവരും പിന്നോക്കം. പട്ടികവർഗം, പട്ടികജാതി CPM-ൽ ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല. അറിയുന്നവർ പറയുക. ഇന്ത്യയുടെ ഒഫീഷ്യലായുള്ള കാര്യങ്ങളെ പോലും വേണ്ടാത്തവർ ആണെങ്കിൽ അവറ്റുകളെ പിരിച്ചുവിടണം എന്നതാണ് പറയാനുള്ളത്. രാഷ്ട്രപതി എന്നാൽ ഇന്ത്യക്ക് ആരാ എന്താ എന്ന് പോലും അറിയാത്ത കമ്മികളുടെ സർക്കാർ ഇവിടെ വേണ്ട എന്ന് തീരുമാനിക്കണം. കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ ഇന്ത്യ എന്ന രാജ്യത്തെയും ഇന്ത്യയിലെ നേതാക്കന്മാരെയും ഇഷ്ടപ്പെടുന്നവരാണ്. അവർക്കിഷ്ടം പാകിസ്ഥാൻ, ചൈന, ക്യൂബ, ചെഗ്വര ഇതുപോലുള്ള വിദേശികളെയാണ് എന്നും അവരുടെ ഇഷ്ട നേതാക്കന്മാർ. ഇത് അനുവദിക്കരുത്. എന്തും ചെയ്യാമെന്നോ? കേരളം ഇന്ത്യയുടെ സ്റ്റേറ്റ് ആണ്, അല്ലാതെ പാകിസ്ഥാനിലാണോ എരപ്പൻ സ്റ്റാലിൻ തള്ളുന്നത് കണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തരുത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.